പെരുന്നാളിന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ റൈസ് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ട് നിതുമോനാണ് എനിക്കത് തയ്യാറാക്കി കാണിച്ചു തരുന്നത് കേട്ടോ. അവൻ്റെ ഫ്രണ്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് അവനക്ക്. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഒരു വലിയ ടീസ്പൂൺ അളവിന് നെയ്യ് ചേർത്തു. ഗ്രാമ്പൂ, ഏലക്ക ഒരു 3-4 എണ്ണം വീതം അതും ചേർത്തു. 2 ബേ ലീഫ്, 3 പട്ടയുടെ കഷ്ണം, പിന്നെ ഒരു സ്റ്റാർ കൂടി ചേർക്കുന്നുണ്ട്. സ്റ്റാർ ഇതാ ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം അതൊരു ഇത്തിരി, ഒരു നുള്ള് അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് വലിയുള്ളി ചെറിയ സൈസ് കനം കുറച്ച് മുറിച്ചത് 2 എണ്ണം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു വലിയ ടീസ്പൂൺ അളവിന് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് കീറിയതും. എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് ഇതൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞാൽ മൂടി വെച്ചു. ഒരു ചെറിയ ടീസ്പൂൺ അളവിന് ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് വീണ്ടും മൂടി വെച്ചു. വൈറ്റ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ്. അപ്പോൾ അതിന് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ റൈസ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസിൽ ഇതാ ചിക്കൻ കറിയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, റൈസും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റൈസിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു. വൈറ്റ് ബസുമതി റൈസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത റൈസാണിത്. ഇനി അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. വെള്ളം വറ്റി വരുന്ന സമയത്താണ് തീ കുറക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിതുമോൻ്റെ സ്പെഷ്യൽ റൈസ്, ഇത് ബഗാര റൈസാണ് കേട്ടോ. ചൂടോടുകൂടി ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, എന്തായാലും ഇഷ്ടമാവും. ചൂടോടുകൂടി തന്നെ ഉമ്മ എനിക്ക് വിളമ്പിത്തായോ എന്ന് പറഞ്ഞിട്ട് നിതുമോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിളമ്പുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കറിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ളി, പച്ചമുളകും കുറച്ച് വിനീഗറൊക്കെ ചേർത്തിട്ടുള്ള ആ സാലഡും, അതുപോലെ നിതുമോന് കുക്കുംബറും ക്യാരറ്റും കട്ട് ചെയ്തതും കൂടിയാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ.